ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ് ഇത് പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ് ഇത് പോരാ. ആവിരുപാടികൾ തടയപ്പെട്ടത് എൻ പേർക്കാണല്ലോ, ആവിരുപാടികൾ തടയപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ക്രൂശിലെ സ്നേഹം നോക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ക്രൂശിലെ സ്നേഹം നോക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ് ഇത് പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ് ഇത് പോരാ. ഇന്ന് പ്രധാനമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, അതിനെ തുടർന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനെ തുടർന്ന് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത് ഇതായിരുന്നു. ഞാൻ പല വാക്കുമാരെ ക്ഷമിക്കണം. 3:14-15 അപ്പൊ പൗലോസ് തിമോഥെയോസിന് ലേഖനം അല്ലെങ്കിൽ ഒരു കത്ത് എഴുതുകയാണ്. ആ കത്ത് എഴുതുമ്പോൾ 1 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു ദൈവസഭ നമ്മൾ കൂടിയിരിക്കുന്ന ഈ ഒരു കൂട്ടം ദൈവസഭയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുക്കുക. അപ്പം എഴുതി കൊടുത്തിട്ട് പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്ത് വരാനാണ് ഞാൻ ശ്രമിക്കുന്നത്, എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്നുണ്ട്. പക്ഷെ ഞാൻ വരാൻ ലേറ്റ് ആയിപ്പോലും നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവസഭയിൽ നടക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നീ അറിയിക്കണം. നമുക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചില ക്രമമുണ്ട്, ചില രീതികളുണ്ട്. ആ രീതിക്ക് മാത്രമേ ദൈവസഭയിൽ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്? ദൈവസഭയിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചില ക്രമമുണ്ട്, ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യാവുള്ളൂ. അവിടെ നടക്കണമെന്ന കാര്യങ്ങൾക്ക് ഒരു രീതിയുണ്ട്. അങ്ങനെ പൗലോസ് പറയാൻ കാരണം എന്തായിരിക്കും പൗലോസ് പറയുന്നത്? പൗലോസ് അവിടെ പറയുന്നത് നിങ്ങൾ രാവിലെ കുടിയേറുമ്പോൾ 2 പാട്ട് പാടണം, അതിനുശേഷം നിങ്ങൾ കൈയടിക്കണം, അതിനുശേഷം അന്യഭാഷ പറയണം. ഇതൊന്നും പൗലോസ് അവിടെ പറഞ്ഞിട്ടില്ല. പൗലോസ് അവിടെ പറയുന്നത്, നിങ്ങൾ ആ 1 തിമോഥെയോസ് ആ ലേഖനം വായിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആളുകളുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ ഇവിടെ ഉള്ള ഒരു സഹോദരൻ കുറച്ച് ദൂരെ പോയിട്ട് ഒരു പുതിയൊരു കൂടിയോ നിങ്ങൾ സുവിശേഷം പറയുന്നത് ഒരു സഭ തുടങ്ങി, ഒരു സഹോദരൻ ഇവിടെ നിന്ന് പോകാമെന്ന് വെച്ചു. നിങ്ങൾ പറയാണ് എനിക്ക് ആരാധന നടത്താൻ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞെടുക്കുന്നതായിരിക്കും. അത് നമ്മൾ വന്നവൻ ആദ്യം ചെയ്യണം, നമ്മളിപ്പോൾ കുറച്ചു നേരം പ്രാർത്ഥിക്കണം, പിന്നെ നമ്മൾ പാട്ട് പാടണം, പാട്ട് പാടിയതിനു ശേഷം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, നമ്മളിങ്ങനെ ഓർഡർ പറഞ്ഞെടുക്കാം അല്ലേ. പക്ഷെ ഒരിടത്തും പൗലോസ് പറയുന്നില്ല നീ ആരാധന നടത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നീ സഭ നടത്തുമ്പോൾ നീ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഞായറാഴ്ച രാവിലെ കൂടി വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം അറിയാമോ, അവിടെ വരുന്ന ആളുകളുടെ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പുതിയ നിയമം വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഒരിടത്തും നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഈ ആരാധന രീതി ഉണ്ടല്ലോ, രാവിലെ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, 2 പാട്ട് പാടുന്നു, നമ്മൾ പ്രസംഗം കേൾക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഓർഡർ ഒന്നും ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ബൈബിളിലുള്ള ഓർഡറിലാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ല, ബൈബിൾ ഇത് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അപ്പൊ പൗലോസ് അവിടെ എടുത്തു പറയുന്നത് ദൈവസഭയിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അത് പൗലോസ് പറയാനൊരു കാരണമുണ്ട്. നമുക്ക് തോന്നുന്നു നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വിശുദ്ധിയെ കുറിച്ചൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. നമ്മൾ ദൈവസന്നിധിയിലും വിശുദ്ധിയോടുകൂടെ ജീവിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു പാർട്ടാണ് എന്നുള്ള സാധാരണ ഒരു ധാരണ നമുക്കുണ്ടാകും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. അത് കറക്റ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അത് ഈ ഒരു വിശുദ്ധിയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പൗലോസ് അവിടെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. പൗലോസിന് അറിയാം ദൈവസഭ എന്താണെന്ന്. ദൈവത്തിന്റെ, ഞാൻ ആ ഒരു വാക്യത്തിലൂടെ എഫെസ്യർക്ക് ലേഖനത്തിലുണ്ട്, ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവസഭ. നമ്മൾ ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞ മറുപടി എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പൗലോസ് വളരെ അതിന്റെ ആഴം പറഞ്ഞു തരുന്ന ഒരു വാക്യമാണ്. എഫെസ്യർക്ക് ലേഖനത്തില് അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ 5-ാം വാക്യം 10-ാം വാക്യം വായിക്കുകയാണെങ്കിൽ അതിലിങ്ങനെ പറയുന്നത്, പൗലോസ് പറയുന്നത് ഒരു രഹസ്യം, ഒരു ദൈവസഭയുടെ മർമ്മം അതെന്താണെന്ന് പൗലോസിന് വെളിപ്പെട്ടിരിക്കും. അപ്പം പൗലോസ് പറയാണ് ഇത് ദൈവത്തിന്റെ മനസ്സിൽ അനാദികാലം മുതൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അനാദികാലം എന്ന് വെച്ചാൽ കർത്താവ് ഭൂമിയെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അത് പഴയ നിയമസഭയിൽ അല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാർക്ക് ആർക്കും ഇതിനെ കുറിച്ച് അറിവായിരുന്നില്ല. ആ വാക്യം വെച്ചാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നു.
എഫെസ്യർക്കെഴുതിയ ലേഖനം 3:5. വന്നിരുന്നില്ല. അതായത് പഴയ ആളുകൾക്ക് അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആർക്കും ഇതെന്താണെന്ന് അറിയാൻ പറ്റിയിരുന്നില്ല. എന്താണ് ഈ ദൈവസഭ, അല്ലെങ്കിൽ ദൈവം എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാൻ വന്നില്ല. അതിനുശേഷം 10ാമത്തെ വാക്യത്തിൽ വരുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ഈ സഭ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ദൈവത്തിന്റെ മനസ്സിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് പഴയ ആൾക്കാർക്ക് അത് മനസ്സിലായിരുന്നില്ല. പണ്ട് സഭയുടെ പല നിഴലുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ബൈബിൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പുതിയ നിയമത്തിന്റെ നിഴലാണ് പഴയ നിയമം എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഈ നിഴൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ നിഴൽ നാടക നിഴൽ പുസ്തകത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഒരു കണ്ടിട്ടുണ്ടാവും. അതിന്റെ പുറകിൽ പാവകൾ വെച്ചിട്ട് ഒരു ലൈറ്റ് അടിക്കും. അപ്പൊ നിങ്ങൾക്ക് അപ്പുറത്ത് നിഴല് കാണാം. നിഴല് കൊണ്ടാണ് ഈ കഥയൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഇവിടെ ഒരു പാവ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക, ആണാണോ പെണ്ണാണോ, അതൊരു കാറാണോ, എന്താണ് നിഴല് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതായിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കും, ഒരു കാറിന്റെ നിഴലാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു കാറാണ് കാണിക്കുന്നത്. ആ കാറിന്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാവും, ആ കാറിന് എത്ര ടയറുണ്ടെന്ന് മനസ്സിലാവോ, അല്ലെങ്കിൽ കാർ ഓടുന്നതാണെന്ന് മനസ്സിലാവോ, അതിനകത്ത് എന്ത് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് അറിയാമോ? ഒന്നും അറിയാൻ പറ്റില്ല, കാറാണെന്ന് മാത്രം അറിയാൻ പറ്റും. ഇതുപോലെ ദൈവസഭയെ കുറിച്ച് പഴയ നിയമ ആൾക്കാർ അറിഞ്ഞിരുന്നത് ഇതുപോലൊന്ന് വരുന്നുണ്ട്. പക്ഷെ അത് റിയാലിറ്റിയിൽ വന്നപ്പോഴാണ് മനസ്സിലായി, ഓ ഇതാണ് ദൈവം ഉദ്ദേശിച്ചെന്നുള്ളത്. ഇത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച സമയത്ത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യരോട് കൂടെ ആയിരിക്കുവാനാണ്. വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? ദൈവം മനുഷ്യരോട് കൂടെ ആയിരിക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതിനു ശേഷം വെയിലാറുമ്പോൾ ദൈവം എന്ത് ചെയ്യായിരുന്നു? തോട്ടത്തിൽ മനുഷ്യരുടെ അടുത്തിറങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിക്കും, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ, ഏതെങ്കിലും ഒരു മതത്തിൽ ദൈവം മനുഷ്യനെ തേടി വരുന്നൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാ വിശ്വാസങ്ങളിലും എല്ലാ മതങ്ങളിലും നിങ്ങൾ എടുത്തു നോക്കിയാലും മനുഷ്യരെപ്പോഴും ദൈവത്തെ തേടുന്നവരാണ്. മനുഷ്യനാണ് ഓരോ ഇടങ്ങളിൽ പോയിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നത്. ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് പറയുന്നത്, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്റെ അടുത്ത് പറഞ്ഞില്ല എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ നീ അങ്ങോട്ട് എന്നെ കാണാൻ വന്നോണം എന്നല്ല പറഞ്ഞത്. വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ദൈവം മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വരും. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വൈകുന്നേരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കൊച്ചിട്ടോടെ കുറച്ചിരിക്കണം നിങ്ങൾക്ക് തോന്നുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ പോകുന്നത്. എനിക്ക് ആ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആ ഒരു മനസ്സിലാവും. വെയിലാറുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ദൈവം പറയും, എന്റെ കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് കാണാൻ, മക്കളെ നോക്കാം. അതാണ് ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്. അതിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? പാപം മനുഷ്യരുടെ ഇടയിൽ വന്നപ്പോഴത്തേക്ക് ആ ബന്ധം നഷ്ടപ്പെട്ടു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം നഷ്ടപ്പെട്ടു. പിന്നെയും ദൈവം ചെയ്തുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ഈ ഒരു സ്നേഹബന്ധം ഒന്ന് വീണ്ടും ഉണ്ടാക്കിയെടുക്കുവാനും ദൈവത്തിന് മനുഷ്യരോട് കൂടെ താമസിക്കാനാണ്. അതിനുശേഷമാണ് തലമുറകൾ കഴിയുന്ന ദൈവം പല ആൾക്കാരോട് സംസാരിക്കുന്നതും. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിനാൽ ദൈവം അവനെ എടുത്തുകൊണ്ട് അവനെ കാണാതെ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് മനുഷ്യർ ദൈവത്തോട് ചേർന്ന് നടന്നിട്ടുണ്ട്. എന്നാൽ ലോകത്തിലുള്ള മെജോറിറ്റി ആൾക്കാർ ദൈവത്തിന്റെ കൂടെ അല്ല നടന്നത്. അതിനുശേഷം ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്നു, അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിൽ നിന്ന് അവരെ ഒരു വലിയൊരു ജനതയായിട്ട്, ദൈവത്തിന്റെ ജനമായിട്ട് മാറ്റുന്നു. മാറ്റിക്കഴിഞ്ഞ് ആദ്യമായിട്ട് ഇവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു തനിച്ചൊരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ജനമായിട്ട് പുറത്തിറങ്ങിയപ്പോൾ ദൈവം ആദ്യം പറഞ്ഞു തരാം, ഇവർക്ക് സ്ഥലം കിട്ടിയിട്ടില്ല, രാജ്യം കിട്ടിയിട്ടില്ല, ഇവരെടുത്ത് സെറ്റിൽ ഡൗൺ ചെയ്തിട്ടില്ല, ഇവരെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം ദൈവം ഇവരെടുത്ത് പറഞ്ഞു, ഇവർക്ക് കുറച്ച് കൽപ്പന കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരു കൂടാരം വേണം, ഒരു ആലയം വേണം. എന്തിനാണെന്നറിയാമോ? എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അതെന്തിനാ അങ്ങനെ പറയുന്നത്? എന്റെ ജനമാണ്, എന്റെ മക്കളാണ്, എനിക്ക് എന്റെ മക്കളുടെ കൂടെ നടക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അതാണ് ദൈവം ആ സമയത്ത് ദൈവം ആലയം കൊടുത്തത്. ഈ ആലയം കൊടുത്തു. ദൈവം ആലയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ജനത്തിന് ആലയം ഭയങ്കര സന്തോഷമായിരുന്നു, അവരുടെ അഭിമാനമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അതിലും ജനം പാപം ചെയ്തു, ദൈവത്തെ വേദനിപ്പിച്ചപ്പോഴത്തേക്ക് ആ ആലയത്തിൽ ദൈവം എടുത്തു കളഞ്ഞു. ദൈവം പറഞ്ഞു, ഇനി മുതൽ ആലയമല്ല, വേറൊരു സാധനമാണ്. എന്താണെന്നറിയാമോ? ദൈവസഭ. ദൈവസഭ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആലയമുണ്ട്. അത് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ല. അതായത് പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഹോളിനെ നിങ്ങൾക്ക് ദൈവസഭയെന്നും ദൈവാലയം എന്നും വിളിക്കാമെങ്കിലും ശരിക്കും ദൈവവചന പ്രകാരം ദൈവാലയം എന്ന് പറയുന്നത് നിങ്ങളിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരുമാണ് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നത്.
ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, ക്ലിയർ ആയല്ലോ. ശരി. ഇനി അപ്പോസ്തലൻ പറഞ്ഞ ആ ലേഖനത്തിൽ പറഞ്ഞ വാക്യം നോക്കാം. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ സഭയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് ഒരു രീതിയുണ്ട്. നമുക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല? ഇതൊരു ദേവാലയമാണ്. അപ്പം ആ ദൈവാലയം, ഇങ്ങനെ അനേക ദൈവാലയങ്ങൾ കൂടി വരുന്നൊരു സ്ഥലമാണ്. അവിടെ വിശുദ്ധിക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഈ ആലയങ്ങളുടെ ഉള്ളിലെല്ലാം ആരുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ കൂടി വരുന്ന സമയത്ത് നമ്മുടെ നടുവിൽ ആരുടെ സാന്നിധ്യമുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വചനം പറയുമ്പോഴാണെങ്കിലും പാട്ട് പാടുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ദൈവമേ എന്ന് പറയുന്നതിന്റെ ആവശ്യം പറയുമ്പോഴാണെങ്കിലും ദൈവത്തെ സ്തുതിക്കുമ്പോഴാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇവിടെ വരുന്ന സമയത്താണ് എനിക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ഉണ്ടോ? തോന്നുന്ന പോലെ ചെയ്യാമോ? ഇല്ല. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരിക. കാരണം ഇതാണ് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. ഞാൻ അടുത്തുള്ള മാർക്കറ്റിൽ മീൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആലയം തന്നെയാണ്, അല്ലേ? അപ്പൊ എനിക്ക് മീൻ മാർക്കറ്റിൽ പോയതാണ് എനിക്ക് തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും ഞാൻ ആരാണ്? ദൈവാലയമാണ്. ഞാൻ ജോലി ചെയ്യുമ്പോഴും ആരാണ്? ദൈവാലയമാണ്. ഞാൻ പഠിക്കാൻ പോകുമ്പോഴത്തേക്കാണെങ്കിലും, ഞാൻ കൂട്ടുകാരോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും, ഞാൻ കിടന്നുറങ്ങുമ്പോഴാണെങ്കിലും, ഞാൻ TV കാണുമ്പോഴാണെങ്കിലും ഞാൻ ആരാണ്? ഈ ഒരു ബോധ്യം നമുക്ക് വേണം. ദൈവത്തിന്റെ ആഗ്രഹം നമ്മോട് കൂടെ ഇരിക്കുവാനാണ്. അതുകൊണ്ടാണ് ദൈവം പുതിയ നിയമ സമയത്ത് പറഞ്ഞത്, നിങ്ങളൊരു ആലയം പണിതിട്ട് അവിടെ വന്ന് നിങ്ങൾ എന്നെ കാണുന്ന പരിപാടി വേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ ഇരിക്കുവാനും നമ്മോട് ചേർന്ന് നടക്കുവാനും നമ്മെ വഴി നടത്തുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ഇത്രയും ഭാഗം നമുക്ക് ഇടായിരുന്നു. ശരി. ഇനി എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നത്? ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയമാണെന്നുണ്ടെങ്കിൽ ദൈവാലയത്തിൽ നടക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം, നിങ്ങൾ ഇതൊരു സഭയാണെന്ന് അറിയാം. നിങ്ങൾ രാവിലെ ആരെങ്കിലും ചോദിച്ചാൽ ഇവിടെ പോകണം, പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ സഭയിൽ പോകണം. ഇവിടെ വരുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്ര നേരം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? പ്രാർത്ഥിച്ചു, നിങ്ങൾ പാട്ടുപാടി എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? നിങ്ങൾ ഷെയർ ചെയ്തു, പിന്നെ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്തത്. ശരി. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളൊരു ദൈവാലയമാണ് അല്ലേ? ഈ ദൈവാലയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ആലോചിച്ചു. രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ ഓരോരുത്തരും ദൈവാലയമാണ്. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇത് പറയട്ടെ, ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് ഏറ്റവും പുതിയൊരു സിനിമ നമുക്ക് ഇവിടെ കാണിക്കാതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? എന്ത് മോശപ്പെട്ട കാര്യം പറയുന്നത് അല്ലേ? ഇത് സഭയാണ്, ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. ഇവിടെയാണോ സിനിമ കാണിക്കുന്നത്? ശരി. നിങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഞാനിവിടെ വന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്ന രീതിയുണ്ടല്ലേ, ഞാൻ നിങ്ങൾക്ക് ആർക്കും നിരീക്ഷിക്കട്ടില്ല ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്ന വാക്കിൽ ഒരു അരുതാത്തൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, പക്ഷേ ഇയാൾ ചർച്ച വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളൊക്കെ ആലോചിക്കും, കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കും, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കും. ആലോചിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. ഇനി ഈ സഭയിൽ നടക്കുന്ന, ഇപ്പൊ ഞായറാഴ്ചത്തെ കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. ഞായറാഴ്ച എല്ലാം നടക്കുന്ന ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്, നിങ്ങളുടെ സുവിശേഷീകരണം നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാതെ പ്രെയർ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്, കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്. ആഴ്ചയിൽ നിങ്ങളുടെ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എന്തൊക്കെ നടക്കും? വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സുവിശേഷീകരണം നടക്കുന്നുണ്ട്? സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം എല്ലാ ആഴ്ചയും ഞാൻ സുവിശേഷീകരണത്തിന് മീറ്റിങ്ങിന് പോകാറുണ്ടെന്ന് പറയുന്നില്ല. എന്റെ ജീവിതത്തിലൂടെ ഞാൻ എത്ര പേരോട് സുവിശേഷം പറയുന്നുണ്ട്? ഞാൻ എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത്? എന്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയാണ്. അതാണ് ആദ്യത്തെ സുവിശേഷം. രണ്ടാമതാണ് ഞാൻ വാവുകൊണ്ട് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ അല്ലേ? ആദ്യത്തെ സുവിശേഷം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഞാൻ സുവിശേഷം ഒരാളോട് പറയുന്നത് എന്റെ ജീവിതം, ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്, എന്റെ വാക്കുകൾ, എന്റെ പ്രവർത്തികൾ, എന്റെ നോട്ടം, എന്റെ സംസാരം, എന്റെ ഇടപാടുകൾ, ഇതെല്ലാമാണ് ആദ്യത്തെ സുവിശേഷം. അത് കണ്ടാണ് ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു വ്യത്യാസം ഈ സഹോദരനുണ്ട് അല്ലെങ്കിൽ ഈ സഹോദരിക്കുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതാണ് ഞാൻ വാവുകൊണ്ട് പറയുന്ന സുവിശേഷം. അതായത് കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചും
എന്റെ ജീവിതത്തെ കർത്താവ് എങ്ങനെ മാറ്റി എന്നുള്ളതും പറയേണ്ടത് രണ്ടാമത്തെ കാര്യമാണ്. മനസ്സിലായോ? എൻ്റെ സുഹൃത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ +2 കഴിഞ്ഞ സമയത്ത് +2 ഞങ്ങളുടെ പഠിച്ചൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം പുറത്തൊരു വേറെ രാജ്യത്തിലാണ്. അപ്പം +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒരു ക്ലാസ്സിലുള്ള ഒരാളാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും കമ്പനിയാണെങ്കിലും ഇതിനെ കുറിച്ച് ഞങ്ങളെല്ലാവരും ഈ ചെറുക്കനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അത്രയ്ക്ക് മോശപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സഹോദരൻ. ഞങ്ങൾ +2 കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണ്. പക്ഷെ ഇദ്ദേഹത്തെ മാത്രം ഞങ്ങൾ അടുപ്പിക്കാറില്ല. വല്ലപ്പോഴും എങ്ങനെ കണ്ടാലായി. അപ്പം കുറച്ച് മാസങ്ങൾ, എനിക്ക് ഒരു വർഷത്തോളം കഴിഞ്ഞു ഞങ്ങൾ ഡിഗ്രി ഫസ്റ്റ് സെക്കൻഡ് ഇയർ എന്നൊക്കെ ആയ സമയത്ത് വളരെ അവിചാരിതമായിട്ട് ഈ സഹോദരനെ കാണേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്. എൻ്റെ സുഹൃത്ത് ക്രിസ്ത്യാനിയല്ല, വേറൊരാളാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇദ്ദേഹത്തെ കാണാൻ പോവാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പം അപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു മാറ്റമാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് കാണാനല്ല, അപ്പൊ കുറച്ച് മാറ്റം ഉണ്ടാവില്ല. ആ ഒരു പ്രായമല്ല, അപ്പൊ മാറിയതായിരിക്കും ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കുന്ന രീതി, അദ്ദേഹത്തിന്റെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റമുണ്ട്, പുറമെ കാണുന്നില്ല, എന്തോ ഒരു മാറ്റമുണ്ട്. എന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇദ്ദേഹം വിശ്വാസം വരും, പറയുന്ന ആള് വിശ്വാസം എന്നല്ല. അപ്പൊ ഞാനിങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ശനിയാഴ്ചയാണ്. അപ്പൊ ഞാൻ നാളെ ഇപ്പൊ എന്താ പരിപാടി? നാളെ രാവിലെ ഇങ്ങനെ പള്ളിയിൽ പോകണം. അതിനുശേഷം ഞാൻ പറഞ്ഞ ഇന്ന പള്ളിയിലാണ്, കാരണം പണ്ട് വരുമ്പോൾ ചർച്ച ഉണ്ട്. അല്ലല്ല, ഞാനിവിടെ അടുത്ത് ഇന്ന ഒരു സഭയിലാണ്, ഒരു പെന്തക്കോസ്ത് സഭയുടെ പേരിലാണ്. ഞാൻ ചോദിച്ചു, ആ സഭയിൽ എങ്ങനെയാ പോകുന്നത്? പറഞ്ഞു, ഞാനിപ്പോൾ ആ സഭയിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന്റെ അനുഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന് അപ്പോഴും ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ ഞാനൊരു പെന്തക്കോസ്തുകാരാണെന്നുള്ള അത്രയും കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു. അദ്ദേഹം ഒരു പ്രശ്നത്തിലകപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. അദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോയി. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹം നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവയ്ക്കുന്നത്. നല്ല രീതിയിൽ പഠിക്കുന്നു, നല്ല രീതിക്ക് സ്വഭാവത്തെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഈ എന്റെ കൂടെ സുഹൃത്തിന് കാര്യം മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പെന്തക്കോസ്തുകാരൻ അടുത്തൊരു പെന്തക്കോസ്തുകാരൻ കിട്ടി, രണ്ടിനും കമ്മിയായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടായിട്ടിരിക്കുക. പക്ഷെ അതിനുശേഷം പിന്നെയും ഒരു 2-3 പ്രാവശ്യം ഇദ്ദേഹത്തെ കാണേണ്ട ഒരു സാഹചര്യം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂടെ വന്ന സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ക്രിസ്ത്യാനികൾ, നിങ്ങൾ ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് എന്താ? അദ്ദേഹത്തിനോട് ഞാൻ പല പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നത് എന്നോട് തർക്കിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, എന്താ സംഭവം, ഇതെന്താ നിങ്ങൾ ഈ പറയുന്ന സുവിശേഷം? അതെങ്ങനെയാണെന്നറിയാമോ? ഇദ്ദേഹത്തിന് അറിയാം വേറെ ഒരു രീതിയിലും ഇവ നന്നാവത്തില്ല. വേറെ ആര് നന്നായാലും ഈ പറയുന്ന സുഹൃത്ത് നന്നാവണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. ആ മനുഷ്യന്റെ ജീവിതമാണ് അദ്ദേഹത്തെ വിശ്വാസിയായിട്ട് മാറ്റുന്നത്. ഇന്ന് ഞങ്ങളുടെ നാട് ചർച്ച ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വരാറുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ആ സുഹൃത്ത് ചെയ്തു. അദ്ദേഹത്തെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന മാറ്റം അതേപോലെ തിരിച്ച് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് പറയാറുണ്ട്, പെന്തക്കോസ്തുകാരല്ലേ, എനിക്ക് കുറച്ച് പെന്തക്കോസ്തുകാരെ അറിയാം, കുറച്ച് വിശ്വാസികളെ എനിക്കറിയാം, നിങ്ങൾ ഈ പറയുന്നതൊക്കെ കണക്കാൻ എനിക്കറിയാം, 1-2 പേരെ ജീവിതമൊക്കെ ഞാനും എടുക്കണം, ഇങ്ങനെ പറയുന്ന അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചാണ്, നമ്മൾ ഒരു 1000 ട്രാക്ട് എടുത്താലും ഒരു 10-20 പരസ്യം നടത്തിയാലും എന്തൊക്കെ ചെയ്താലും എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കർത്താവിന്റെ സ്നേഹവും ഞാൻ ഈ പറയുന്ന സുവിശേഷത്തിനനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ ക്രമപ്പെടുത്തില്ല എന്നുള്ളതാണെങ്കിൽ ഞാൻ ഈ കൊണ്ട് പറയുന്നതിന് വലിയ എഫക്റ്റില്ല. മനസ്സിലായല്ലോ? അപ്പം ഇനി നിങ്ങൾ ഒരാഴ്ചത്തെ നിങ്ങളുടെ പ്രവൃത്തികളൊന്ന് ആലോചിച്ചു എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതൊരു ആലയമാണ്. ആ കോൺസെപ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കാൻ. ഞാനൊരു ആലയമാണ്, നിങ്ങൾ ഓരോരുത്തരും ആലയമാണ്. ഈ ആലയത്തിൽ തിങ്കളാഴ്ച വരെ, ഞായറാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം, ഇത് സഭയിലായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമോ? അതുകൊണ്ട് ആരും പറയുന്നത് ഞാൻ നാളെ തൊട്ട് കുളിക്കില്ല, സഭയിലാണെങ്കിൽ ഞാൻ കുളിക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ആലയത്തിന്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദൈവദാസൻ നിങ്ങളുടെ അങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് ദൈവദാസന്മാരെ കുറിച്ചും വചനം പറയുന്നവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നല്ലൊരു എക്സ്പെക്ടേഷൻ. അവരൊക്കെ വിശുദ്ധന്മാരാണ്, നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. ദൈവം അങ്ങനെ വിളിച്ചു. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല പാസ്റ്റർമാരും വചനം പ്രസംഗിക്കുന്നതിന് വിശുദ്ധന്മാരായിരിക്കണം, ബാക്കിയുള്ളവർ കുറച്ച് താഴെ തന്നെ കുഴപ്പമില്ല എന്ന് കർത്താവ് ഒരിടത്തും പറഞ്ഞില്ല. ബൈബിളിലൊരിടത്തും അങ്ങനെ ഒരു വാക്കില്ല. നമ്മളെല്ലാവരും വിശുദ്ധരായിരിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, നിങ്ങളുടെ ദൈവദാസനെ ആണെങ്കിൽ, നിങ്ങൾ പുറത്ത് വചനം പറയുന്നവരാണെങ്കിൽ അവർ വിശുദ്ധന്മാരാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലും അറിയാതെ ചില സ്വഭാവങ്ങൾ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇന്ന രീതിയിൽ ഏൽപ്പിക്കുന്നത്
നിങ്ങൾ ആലോചിച്ചോണം, ഞാനും ഒരു ദൈവാലയമാണ്, എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ ഞാനും എങ്ങനെ വേണം ജീവിക്കാൻ? അതുപോലെ വിശുദ്ധിയിൽ വേണം ജീവിക്കാൻ. 2, വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയാം. പലപ്പോഴും വിശുദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ ഈ പറഞ്ഞ ദേഷ്യപ്പെടാതെ വളരെ ശാന്തമായിട്ട് ആരെന്ത് പറഞ്ഞാലും കേട്ട് അനുസരിച്ച് പോകുന്നത് ഇതൊരു വിശുദ്ധിയായിട്ട് പലപ്പോഴും വരിക. അത് നിങ്ങൾ പുറമേ ഉള്ള കാര്യങ്ങളാണ്. അതല്ല വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി എന്ന് പറയുന്നത്, വിശുദ്ധിയുടെ ഒരു അളവുകോൽ എന്ന് പറയുന്നത് കർത്താവാണ്. നിങ്ങൾ വിശുദ്ധനായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുന്നു എന്നർത്ഥം. നിങ്ങൾക്ക് ദേഷ്യം വന്നെന്നല്ല, നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തോട് കൂടെ എന്ന് പറയുന്നത് നിങ്ങൾ സഭയിലൊന്നും ഞാൻ വിശുദ്ധനാവാൻ തീരുമാനിച്ചു, നാളെ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ദേഷ്യം എല്ലാം പറയാൻ എനിക്ക് ദേഷ്യം, ഞാൻ എന്തെങ്കിലും ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു, അതിനർത്ഥം നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും, ഞാൻ അശുദ്ധനായി എന്നല്ല. നമുക്ക് ദേഷ്യം വരാം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ദേഷ്യം വരും, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കോപിച്ചാൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. ആ ദേഷ്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. കാരണം ഇതെല്ലാം സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന വികാരമാണ്. നമ്മുടെ ദേഷ്യവും സങ്കടവും പേടിയും ഇതെല്ലാം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതിൽ പേടി എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. പേടി എന്ന് പറയുന്നത് കർത്താവ് പല പ്രാവശ്യം ഇട്ടുണ്ട്, നിങ്ങൾ ഭയപ്പെടരുത് ബൈബിൾ ഒരുപാട് പ്രാവശ്യം ഭയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പേടിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത് എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പേടി എന്ന് പറഞ്ഞ ഒരു വികാരത്തെ കുറിച്ച് മാത്രമേ പെട്ടെന്ന് പറയാം, ഞാൻ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു പോവാം. പേടി എന്ന് പറയുന്നത് വളരെ മനുഷ്യന് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു വികാരമാണ്. ഒരു ഹൈറ്റിൽ നിന്ന് താഴെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചിരിക്കുക പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിൽ ചാടുക ഒക്കെ ചെയ്യുന്ന സമയത്ത് പേടി വരുന്നത് സ്വാഭാവികമാണ്, വളരെ സ്വാഭാവികമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പേടി 2 രീതിയിൽ പ്രവർത്തിക്കും. എങ്ങനെ പറയുമ്പോൾ, ഒന്നുകിൽ പേടി നമ്മളെ ദൈവത്തിൽ നിന്ന് വലിച്ച് ദൂരത്തേക്ക് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ പേടി നമ്മളെ ദൈവത്തോട് അടുപ്പിക്കും. 2 ഉദാഹരണം പറയാം. ഞാൻ വാക്യ റെഫറൻസ് എടുത്തില്ല, ഞാൻ കഥയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പഴയ നിയമത്തിൽ 2 രാജാക്കന്മാർ, അവർ 2 പേരും യുദ്ധത്തിന് പോയതിനെ കുറിച്ച് 2 അനുഭവങ്ങളുണ്ട്. ഒന്ന് ശൗൽ രാജാവ് യുദ്ധത്തിന് പോകും. അപ്പൊ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹം യുദ്ധം ചെയ്യാനായിട്ട് അവിടെ അപ്പുറത്ത് സൈന്യം റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ഇവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പുരോഹിതൻ വന്ന് ആദ്യം ഒരു യാഗം കഴിക്കണം. യാഗം കഴിഞ്ഞതിന് ശേഷം മാത്രം യുദ്ധത്തിന് പോകണം. അപ്പൊ ഇദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് പുരോഹിതൻ വരാൻ ലേറ്റായി. ഇദ്ദേഹത്തിന് പേടിയായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആൾക്കാരെന്ന് വെച്ചാൽ 1 ദിവസമായി 2 ദിവസമായി 3 ദിവസമായി പുരോഹിതൻ വരുന്നില്ല, പ്രവാചകൻ വരുന്നില്ല, ആളുകൾ വിട്ടു പോകുന്നു. അപ്പം ശൗല് പേടിച്ചു, ആളുകൾ എന്നെ വിട്ടു പോകുന്നു പേടിച്ചിട്ട് ശൗല് എന്ത് പറയാമോ, ഞാൻ തന്നെ യാഗം നടത്താന്ന് പറഞ്ഞാൽ ശൗല് നേരിൽ യാഗം നടത്താം. അതൊന്നും. രണ്ടാമത് വേറൊരു രാജാവ് ഇതുപോലെ പല രാജ്യങ്ങൾ ഒന്നിച്ച് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വരും. ആ രാജാവ് പേടിച്ചിട്ട് എന്ത് പറയാമോ, നേരെ ദൈവസന്നിധിയിൽ പോയി കമന്നു വേണം ദൈവത്തോട് ചെയ്യും, കർത്താവ് ഇവരെല്ലാരും കൂടെ എന്നതാ കൊല്ലാൻ വരുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ദൈവത്തോട് ചോദിക്കും. ദൈവം അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കുക എങ്ങനെ വേണം ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് യഹോശാഫാത്താണ് എൻ്റെ ഓർമ്മ. ആ യുദ്ധത്തിനാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഫ്രണ്ടിൽ പാട്ടൊക്കെ പാടി ആൾക്കാർ പോകണം, അതിന്റെ പുറകെ സൈന്യം പോയാൽ മതി, യുദ്ധം ഞാൻ ചെയ്തോളാം എന്ന് കർത്താവ് പറഞ്ഞു. 2 രാജാക്കന്മാരുണ്ട്. 2 പേരും ഒരേ സാഹചര്യത്തെ ഫേസ് ചെയ്ത ആൾക്കാരാണ്. 2 പേരും ഒരു യുദ്ധത്തെ ഫേസ് ചെയ്ത ആൾക്കാരാണ്. 2 പേരും പേടിച്ചു. അതുവരെ കറക്റ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പോകുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പുറത്തുള്ളവർക്കും എല്ലാം ഒരേപോലെ പലപ്പോഴും സാഹചര്യങ്ങളും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. നമ്മൾ 2 പേരും പേടിച്ചെന്ന് വരാം. പക്ഷെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ശൗൽ എന്ത് ചെയ്തു? പേടിച്ചിട്ട് ദൈവത്തിനെ ആശ്രയിക്കാതെ കാര്യങ്ങൾ സ്വയമായിട്ട് തീരുമാനിച്ച് ഞാൻ എന്റെ കാര്യത്തിന് ചെയ്തോളാം പറഞ്ഞ ദൈവകൽപ്പനയെ ലംഘിച്ചു. മറ്റൊരു രാജാവ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ സന്നിധിയിൽ പോയിട്ട് വീണ്ടും ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു ദേഷ്യം വരുന്നതോ നിങ്ങൾക്കൊരു പേടി വരുന്നതോ പാപമല്ല. പക്ഷെ നിങ്ങളത് എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങൾ അത് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. മനസ്സിലായോ? സംശയം ഉണ്ടോ? ഉറപ്പാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചോണം. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുമ്പോൾ ഇതിനകത്ത് ഡെയിലി നടക്കേണ്ട ആരാധനകളും ശുശ്രൂഷകളും ദൈവത്തെ സ്തുതിക്കുന്നതും വചന പഠനവും ഇതെല്ലാം സഭയിൽ വരുമ്പോഴും നടക്കണം, പുറത്തു വരുമ്പോഴും നടക്കണം. വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യണം? എന്റെ ജീവിതത്തിലും ഇതെല്ലാം നടക്കണം. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. 2. ഇനി നിങ്ങൾ പോയിട്ട് അതിലൊരു ശുശ്രൂഷയെ കുറിച്ച് ഞാൻ ഒന്നും കൂടി എടുത്തു പറയാം. നിങ്ങളുടെ സുവിശേഷീകരണത്തെ കുറിച്ച് ഒന്നും എടുത്തു പറഞ്ഞിട്ട് ഞാൻ നിർത്തുക. സുവിശേഷീകരണം എങ്ങനെയാണ് ചെയ്യുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് ആദ്യമായിട്ട് നിങ്ങൾ സുവിശേഷീകരണം ചെയ്യുന്നത്.
നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വചനം കേട്ടിട്ട് ഒരാൾ സഭയിലേക്ക് കടന്നു, പുതുതായിട്ട് ഒരാൾ സഭയിലേക്ക് കടന്നു, അയാളെ നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസത്തിൽ നടത്തുന്നത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്? നിങ്ങളുടെ ഒരു മനസ്സിലാക്കിയത് ഞാൻ പറയാം. എങ്ങനെയാണ് ഒരാൾ വിശ്വാസത്തിലേക്ക് വരുന്നത്? ആരാണ് അയാളോട് സുവിശേഷം പറയുന്നത്? ആരാണ് അദ്ദേഹത്തിന് മാനസാന്തരത്തിനുള്ള പ്രാർത്ഥന വന്നിരുന്നത്? സാധാരണ പൊതുവെ സഭകളിൽ, നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ദൈവം സ്തുതിക്കുന്നു, സാധാരണ സഭകളിൽ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം ആരുടെ ജോലിയാണ്? ഇതെല്ലാം ആരുടെ ജോലിയാണ്? പാസ്റ്ററുടെ ജോലിയാണ്. എന്ത് ചെയ്യണം? ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാം ചെയ്യണം. പിന്നെ അല്ലാത്ത സമയത്ത് വേറെ പറയാറുണ്ട്, ഈ പാപബോധം കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരാൾ വന്നു, ഇതെല്ലാം സംഭവിച്ചു, അയാൾക്ക് പാപബോധം അല്ല, അയാൾ തിരിച്ചു പോയില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രശ്നമാണ്? അല്ലെങ്കിൽ പാസ്റ്ററുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അയാൾക്ക് പാപബോധം കൊടുത്തില്ല. എന്നിട്ട് ചില ആൾക്കാരാണെങ്കിൽ ഒരു വാക്യം കൂടെ പറയും, എന്താണെന്ന് അറിയാമോ? പുത്രനെ ആകർഷിച്ചിട്ടല്ലാതെ ആരും വരത്തില്ല, അതുകൊണ്ട് കർത്താവ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആരും വരത്തില്ല എന്നത് നമ്മളെന്തെങ്കിലും നൈസായിട്ട് കഴിയും. കാരണം ഇതിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ഒരാൾ പുതുതായിട്ട് സഭയിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല, പാസ്റ്ററും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ആരും കൈകൊടുക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. ഒരു സഭയില് വരുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്. അത് സുവിശേഷം പറയുക എന്ന് മാത്രമല്ല, അതിനൊരു അടുത്ത പടിയാണ്. ഒരാളെ ക്രിസ്തുവിൽ വാഴുന്നു, അതിന് സഭയിൽ ഉപദേഷ്ടാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ പാസ്റ്ററുണ്ട്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെല്ലാം ദൈവം ആക്കിവെച്ചവരുണ്ട് എന്നുള്ള സത്യം തന്നെയെങ്കിൽ ഇവിടെ ഇരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വം. അത് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയണം. എവിടെയാണെന്ന് അറിയാമോ? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പ്രാവശ്യം എടുത്തപ്പോഴത്തേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്താണെന്ന് നിങ്ങളോട് സംസാരിച്ചതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ളൊരു വിഷയമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നമുക്ക് പറയാം. അപ്പം ഞാൻ രണ്ടൊന്ന് കണക്ട് ചെയ്ത് പറയുകയാണ്. പരിശുദ്ധാത്മാവ് വിഷയം, നിങ്ങൾ സ്നാനപ്പെട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അഭിഷേകത്തിൽ പ്രാപിക്കണം. കഴിയുമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? അന്യഭാഷ വരെ നിങ്ങൾ പ്രാപിക്കണം. അത് കഴിയുമ്പോൾ അടുത്ത പടിയാണ് നിങ്ങൾ കൃപാവരങ്ങളെ പ്രാപിക്കാറുള്ളത്. കൃപാവരങ്ങളെ പ്രാപിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പർട്ടിക്കുലർലി എല്ലാ സഭയിലുള്ള എല്ലാവരും പ്രാപിക്കേണ്ട ഒരു കൃപാവരത്തെ കുറിച്ച് വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുന്ന ഒരു സാധനമാണ് 1 കൊരിന്ത്യർ 14. അതിൽ അന്യഭാഷയെ കുറിച്ച് എടുത്തു പറയുന്നത് 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 14:5. 1 കൊരിന്ത്യർ 14:5. ഓക്കെ, ഞാൻ വായിക്കാം. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും. അപ്പൊ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആത്മാഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആദ്യം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അന്യഭാഷകളിൽ സംസാരിക്കണം. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ചെയ്തു തുടങ്ങേണ്ട കാര്യം എന്താണ്? ദൈവത്തോട് ചോദിക്കണം. അത് നമുക്കായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, ദൈവത്തോട് ചോദിക്കണം. കർത്താവേ, അന്യഭാഷാവരം എനിക്ക് തരണമെന്ന് ദൈവത്തോട് ചോദിക്കണം. അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. അതൊന്ന്. 2, വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. 2 കാര്യങ്ങൾ. 1, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? അന്യഭാഷകളിൽ സംസാരിക്കണം. 2, പ്രവചിക്കണം. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? സാധാരണ നിങ്ങൾക്ക് പ്രവചനത്തെ കുറിച്ച് നിങ്ങളുടെ ഒരു ധാരണ, പ്രവചനം എന്താണെന്ന് അറിയാലോ. പ്രവചനം എന്താണെന്ന്, പ്രവചന ശുശ്രൂഷ എന്താണെന്നുള്ള അറിയാലോ. എന്താണ് പ്രവചനം? ഗതിയില് വിവിധ വിശ്വാസികൾ എല്ലാവരും പ്രവാചകന്മാരെടുത്ത് പോകുന്നതാണ്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ വിസ കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ എന്റെ കല്യാണം നടക്കുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് സാധാരണ പ്രവാചകന്മാരെടുത്ത് പോകുന്നത്. അത് കംപ്ലീറ്റ്ലി തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം പ്രവാചകന്മാർ ദൈവത്തിന്റെ ആലോചന പറയുന്നവരാണ്. ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ആലോചന നമുക്ക് വേണ്ട സമയങ്ങളിൽ നമ്മൾ അന്വേഷിച്ചു പോയില്ലെങ്കിൽ ദൈവമായിട്ട് പലരും നമ്മുടെ അടുത്തോട്ട് അയക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകളുണ്ട്. പക്ഷെ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചേ അല്ല പറയുന്നത്. അപ്പോസ്തലൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ജോലി കിട്ടുമെന്ന്, നിങ്ങൾ എപ്പോൾ ദുബായിൽ പോകുന്നു, നിങ്ങൾക്ക് എപ്പോൾ കല്യാണം നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല അപ്പോസ്തലൻ പറയുന്നത്. അത് എടുത്തു പറയുന്നുണ്ട്. എവിടെന്ന് പറയുമ്പോൾ അതേ അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 14 അതിന്റെ 23 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കാൻ ഞാൻ ആ വാക്യം വായിക്കാം. സഭ ഒക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ല. ഇപ്പം അപ്പോസ്തലൻ പറയുന്ന ഒരു സാഹചര്യം പറയുകയാണ്. അതായത് നിങ്ങൾ ഈ ക്രിസ്ത്യാനികൾ എന്താണെന്ന് അറിയാത്ത ഒരാളകത്ത് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം. അപ്പൊ പറയാണ്
നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ഹിന്ദിയിലോ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത ഒരു ഭാഷയിലായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്കേ മനസ്സിലാവുന്നില്ല, അപ്പൊ പുറത്തൊരു ഒരാൾക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. അപ്പൊ അടുത്ത് പറയുന്നു, പക്ഷേ എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മപരമില്ലാത്തവരോ അകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ് വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റു പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. മനസ്സിലായിരുന്നു? നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു, പക്ഷേ അവിടെ കൊണ്ട് നിർത്തരുത്. നിങ്ങൾ കൃപാവരങ്ങളെ പ്രാപിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രവചനപരങ്ങൾ. അതെന്തിനാന്ന് പറയുമ്പോൾ വരുന്ന ആളുകളെ വിവേചിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന പ്രവചനപരമായിരിക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കൃപാവരത്തിൽ വെച്ചിട്ടുണ്ട്. അത് ദൈവത്തോട് ചോദിച്ച് പ്രാപിക്കും. ചിലപ്പോൾ അത് ഭൂതങ്ങളുടെ മേലുള്ള അധികാരമായിരിക്കും, ചിലപ്പോൾ അത് രോഗസൗഖ്യമായിരിക്കും, എന്ത് തന്നെയാകാം. അത് ദൈവത്തോട് നിങ്ങൾ ചോദിച്ച് പ്രാപിക്കും. ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ എഴുതുന്നതാണ്. സഭയിൽ ഒരു വ്യക്തി വരുന്ന സമയത്ത് ആ വ്യക്തി ഇവിടെ നിന്ന് പാസ്റ്റർ പറയുന്ന വചനം കേട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാവബോധം കൊടുത്ത് അവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന 95% ആൾക്കാർക്ക് മാറിയിരിക്കുവാൻ ദൈവസഭയിൽ അങ്ങനെ ഒരു വകുപ്പില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു രീതിയിലും നമ്മൾ ഞായറാഴ്ച വരുന്നതിന് നിങ്ങളൊരു ചടങ്ങായിട്ട് കാണില്ല. പല വിശ്വാസങ്ങളിലും നമ്മൾ ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും വർഷത്തിലൊരിക്കലും ചെയ്യുന്ന പല ചടങ്ങുകളുണ്ട്. സഭയിൽ വരുന്നത് അങ്ങനെ ഒരു ചടങ്ങല്ല. സഭയിൽ നമ്മൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷിക്കുവാനായിട്ടാണ് നമ്മൾ വരുന്നത്. അതിന് നേതൃത്വം കൊടുക്കുവാനും അതിനെ നയിക്കുവാനും ദൈവമാക്കിയത് അപ്പോസ്തലൻ അല്ലെങ്കിൽ ഒരു ഇടയൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്, നമ്മൾ സാധാരണ തിയേറ്ററിൽ പോയിട്ടുള്ളവർ കാര്യം, തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതിനകത്ത് നമുക്ക് ഒരു റോളും ഇല്ല. വേണമെങ്കിൽ അപ്പുറത്ത് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഉള്ളിലേക്ക് നമ്മൾ ഇരുന്ന് ഉറങ്ങും. പലപ്പോഴും നമ്മുടെ സഭയിൽ ഇരുന്ന് ചെയ്യുന്നത് എന്താണ്, നമ്മളിങ്ങനെ ഇവിടെ നടക്കുന്ന ഈ ഒരു ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? നമ്മളൊന്നും കഴിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശുശ്രൂഷയാവും. നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ അഭിഷേകം നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഉള്ളിൽ നേരം ജ്വലിപ്പിക്കണം. അത് കൃപാവരങ്ങളായിട്ട് പുറത്തു വരണം, അന്യഭാഷകളായിട്ട്, പ്രവചനങ്ങളായിട്ട്, നിങ്ങൾക്കുള്ള വീര്യപ്രവൃത്തികളായിട്ട് പുറത്തു വരണം. ഒരു രോഗിയായ ഒരു സഹോദരൻ വരുമ്പോഴത്തേക്കും ഒരിക്കലും പാസ്റ്ററുടെ ജോലിയല്ല പോലും പ്രാർത്ഥിക്കാനുള്ളത്. അത് ദൈവം നിങ്ങളുടെ ഉള്ളിൽ തോന്നിപ്പിക്കണം. രോഗസൗഖ്യത്തിന്റെ ആ ഒരു രോഗശാന്തി പ്രഭാവനം പ്രാപിച്ച ആളുകൾ പോയി പ്രാർത്ഥിക്കണം. ആ സഹോദരന് സൗഖ്യം വരണം. പ്രവചനാത്മാവുള്ളവർ പോയി ആ സഹോദരനെ പ്രവചിച്ച് അവന്റെ ഹൃദയരഹസ്യങ്ങളെ വിവേചിക്കണം. അപ്പോഴാണ് പറയുന്നത് അവൻ ഇവിടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ഭയപ്പെട്ട് അവൻ കവിണ് വീണ് ദൈവത്തെ നമസ്കരിക്കും എന്നുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ചിലപ്പോൾ അത് വളരെ ഒരു ചോദ്യം കൂടി പോകും, ഒരു ലിമിറ്റ് കഴിയും. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുക, ഇവിടെ ഒരുപാട് പേര് പുതുതായിട്ട് വന്നു പോയിട്ടുണ്ടാവില്ലേ? അവരാരെങ്കിലും കവിണ് വീണ് ഇവിടെ ദൈവം ഉണ്ടെന്ന് നമസ്കരിച്ച് പോയിട്ടുണ്ടോ? അത് പോകാത്തത് ആരുടെ തെറ്റാണ്? പാസ്റ്റർ തെറ്റാണോ? ദൈവവചന പ്രകാരമല്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടിയിരുന്ന ശുശ്രൂഷ ഉണ്ടായിരുന്നു, നമ്മളത് ചെയ്തില്ല. ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്തു പോകുമ്പോഴും ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കാൻ, ഞാൻ വിശുദ്ധിയെ കുറിച്ച് പറയുന്നത്, ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മൾ സംസാരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത്? ദൈവം എല്ലാ കാര്യങ്ങളും സംസാരിക്കും. നമ്മൾ ദൈവത്തിനൊരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ ദൈവം എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇടിച്ചു കയറി വന്ന് നമുക്ക് സംസാരിക്കില്ല. കാരണം ദൈവം മാന്യനായ ഒരു വ്യക്തിയാണ്. നമ്മൾ സംസാരിക്കാതിരുന്നാൽ ദൈവം 1-2 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കും. നമ്മൾ ദൈവത്തെ മൈൻഡ് ചെയ്തില്ല, ദൈവം ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് നിൽക്കും. മനസ്സിലാക്കാം? നമ്മളാണെങ്കിൽ അതിനെ ചെയ്യുള്ളൂ. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹോദരൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുക. ആദ്യം സംസാരിച്ചു, ഞാൻ മൈൻഡ് ചെയ്തില്ല. രണ്ടാമത് സംസാരിച്ചു, ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ആ സഹോദരൻ ഇയാൾ തന്നെ ആരാണ് പറയട്ടെ, നമ്മളാണെങ്കിലും മാറി നിൽക്കും അല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് അതിനധികമായി സംസാരിക്കും. നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ ഉണർത്തും, നമ്മളെ തട്ടും. നമ്മുടെ സ്നേഹമുള്ള ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കും, പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, ഇങ്ങനെ സന്നിധി വന്നിരിക്കുന്നില്ല, നമ്മൾ ഓർമ്മിപ്പിക്കും. നമ്മൾ മാനസാന്തരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറകോട്ട്. നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുവാണെങ്കിൽ
ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള നിങ്ങളുടെ പ്രാർത്ഥന, പ്രയർ ടൈം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും, നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് പോയി ഇരിക്കുമ്പോഴാണെങ്കിലും, നിങ്ങളുടെ ജോലിയുടെ ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് സമയം കിട്ടുമ്പോഴാണെങ്കിലും, നിങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ. നിങ്ങൾക്ക് ജോലിയിൽ, നിങ്ങൾ രാവിലെ ജോലിക്ക് പോയി അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ആരോടും സംസാരിക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ദൈവത്തോട് പറയാം, കർത്താവേ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, എൻ്റെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു, എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല, എന്നെ സഹായിക്കണം, എനിക്ക് ആലോചന പറഞ്ഞു തരണം, എന്തെന്ന് പറയാം, എൻ്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ സംസാരിക്കാൻ ദൈവത്തോട്. ദൈവം നിങ്ങളോട് തിരിച്ചും ആലോചന പറഞ്ഞു തരും. അതൊരു പക്ഷെ നിങ്ങളോട് മാത്രമുള്ള ആലോചന ആയിരിക്കും. നിങ്ങൾ എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നടക്കുന്നോ, ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാളോടും ദൈവം ചിലപ്പോൾ ആലോചന പറഞ്ഞു തരും, നിങ്ങളോട് പറഞ്ഞു തരും. പോയി ആ സഹോദരനെ പോയി ഒന്ന് ആശ്വസിക്കും, പോയി ആ സഹോദരനോട് ഇങ്ങനെയൊന്ന് പറ, ഇത് ദൈവം പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവായിട്ട് നമുക്ക് സുവിശേഷീകരണം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് ഓടിച്ച് പറഞ്ഞത്, ഒന്ന്, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന് അഭിഷേകം വേണം, കൃപാവരങ്ങളെ പ്രാപിക്കണം. പിന്നെ അപ്പോസ്തലൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ദൈവസഭയിൽ നടക്കുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പോസ്തലൻ എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ദൈവസഭയിലെ രീതിയുണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവസഭയിലെ ആരാധനാക്രമങ്ങളൊന്നും പറയാതെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ജീവിതങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം എന്താണ്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ മന്ദിരം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലെന്ന് എടുത്തു ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് ദൈവസഭ, നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ മന്ദിരം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി വരുമ്പോൾ മാത്രമല്ല ശുശ്രൂഷകൾ നടക്കേണ്ടത്, വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും ശുശ്രൂഷകൾ നടക്കണം. എന്തൊക്കെ ശുശ്രൂഷകൾ നടക്കണം? ആരാധന എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം, പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വേണം, ദൈവവചന പഠനം എൻ്റെ ജീവിതത്തിൽ വേണം, സുവിശേഷീകരണം എൻ്റെ ജീവിതത്തിൽ വേണം, കൃപാവരങ്ങളുടെ ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ വേണം. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വേണം, വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ വേണം. കാരണം എന്താണ്? ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയം ദൈവം നമ്മെ വിശ്വസിച്ചിരിക്കുകയാണ്, അല്ലെ? പുതിയ നിയമത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും കർത്താവ് തന്റെ വില കൊടുത്ത് മേടിച്ചാണ്. ആ കൊടുത്ത വില എന്തായിരുന്നു? കർത്താവിന്റെ സ്വന്തം ജീവൻ കൊടുത്താണ് നമ്മെ നേടിയത്. ഒരു പഴയ പാട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾ പാട്ടുണ്ടാവും, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ. ആ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ വളരെ ഇഷ്ടമുള്ള കാര്യമുണ്ട്, ഏതെന്നറിയുമോ? എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചു പോവുകയും ക്ഷീണമെന്തെന്നറിയില്ല, ഞാൻ അറിയുകയാണ്. അല്ല, ആദ്യത്തെ രണ്ടുപേരും പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷം തോന്നും. കർത്താവ് ക്രൂശിൽ കിടന്ന സമയത്ത് ഒരു ആ വഴിയിൽ പറയുന്നത് എന്നെ നേടുന്ന സന്തോഷം, നമ്മളെ ഓരോരുത്തരെയും നേടുന്ന സന്തോഷം. അല്ലെങ്കിൽ ദൈവസഭയായിട്ട് നമ്മളുടെ കൂടി വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മൾ, കാരണം ഒരു യോഗ്യതയും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന ആളുകളാണ്. എന്റെ സാക്ഷ്യക്കാരാണ് എനിക്ക് പറയുന്നത്. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സാഹചര്യത്തിന് ദൈവം എന്നെ നിർത്തി. ഞാൻ ജീവിച്ച ജീവിത രീതിയിലും ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ ദൈവവചനം പറയുന്നോ അല്ലെങ്കിൽ ഒരു പള്ളിയെങ്കിലും ഉണ്ടാകുന്ന പ്രതീക്ഷയില്ലാതെ. പക്ഷെ എന്നെ നേടുവാൻ, അല്ലെങ്കിൽ എന്റെ ദൈവം എന്നെ അത്രയും സ്നേഹിച്ചോടെ ഞാനെന്നുള്ളതായിരുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ദൈവം കർത്താവ് ക്രൂശിൽ കിടക്കുന്ന സമയത്ത് ആ വേദനയുടെ കർത്താവ് കടന്നു പോകുമ്പോഴും ഈ ഒരു സന്തോഷമാണ് കർത്താവ് കാണുന്നത്. അത്രയും വേദന തന്റെ സ്വന്തം ശരീരത്തിന്റെ അവസാനത്തോടെ ചോര വരെ നമുക്ക് നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്ത് കർത്താവിന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്ന നമ്മളിൽ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഓരോരുത്തർക്കും ദൈവം അത്രയും വില തന്നിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ നിത്യതയിൽ എത്തുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവസ്ഥാനത്തിന് നമ്മൾ കണക്ക് കൊടുക്കണം. മനസ്സിലാകാനും പറയുന്നത് ഞാൻ ഓടിച്ച് ഇത്രയും കാര്യങ്ങൾ പറയാം. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കണം. എന്നോട് ചോദിക്കാം, എന്നോട് ചോദിക്കാൻ ആരെടുത്താണ് എന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് പറയട്ടെ, നമ്മൾ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ എങ്ങനെയായിരുന്നില്ല, ഓരോ ദിവസം നമ്മൾ ക്രിസ്തുവിൽ കാണണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ദൈവം ഈ രീതിയിൽ നമ്മൾ കൂടുതലായിട്ട് ആത്മീയമായി വളരുവാനും കൃപാവരങ്ങളിൽ വളരുവാനും അഭിഷേകത്തിന് നിറവിൽ വളരുവാനും ദൈവം ധാരാളം സഹായിക്കട്ടെ. ഞങ്ങൾ എല്ലാ രോഗത്തിനും നമ്മളോട് സ്തുതിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടക്കാൻ പ്രാർത്ഥിക്കാം.